ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശൂനോയോ നോമ്പിൻ്റെ 13-ാം ദിവസം മന്ന സൂക്ഷിക്കപ്പെട്ടതായ സാക്ഷ്യപെട്ടകത്തെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രതീകമായി ധ്യാനിക്കുകയാണ്. മരുഭൂമിയിലെ യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് ആഹാരമായി ദൈവം നൽകിയതാണ് മന്ന. അത് ദൈവത്തിൻ്റെ കരുതലിൻ്റെയും തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തിൻ്റെയും അടയാളമായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആ മന്ന സാക്ഷ്യപെട്ടകത്തിൽ സൂക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ സഭാപാരമ്പര്യത്തിൽ സാക്ഷ്യപെട്ടകം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു മുൻനിഴലായി കാണപ്പെടുന്നു. മന്ന സൂക്ഷിക്കപ്പെട്ടതായ സ്വർണ്ണച്ചപ്പേ, നിനക്ക് ഭാഗ്യം. ഈ സ്തുതിവചനം മറിയത്തിൻ്റെ മഹത്വം എത്ര ആഴത്തിലുള്ളതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ മന്ന ശരീരത്തിന് ആഹാരമായിരുന്നെങ്കിൽ മറിയം തൻ്റെ ഉദരത്തിൽ വഹിച്ച ക്രിസ്തു ലോകത്തിന് ജീവൻ്റെ അപ്പമായി വന്നു. അതുകൊണ്ട് മറിയം ഒരു പെട്ടകം മാത്രമല്ല, ദൈവ സാന്നിധ്യത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച വിശുദ്ധ വാസസ്ഥലമാണ്. അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും അവിടുത്തെ സാന്നിധ്യം ലോകത്തിന് നൽകുകയും ചെയ്തു എന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പലതരമുണ്ട്. എന്നാൽ ആ അനുഗ്രഹങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവത്തിന് നന്ദി പറയാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹീതമായ ജീവിതം. പരിശുദ്ധ ദൈവമാതാവിനെ പോലെ നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിൻ്റെ വാസസ്ഥലമാക്കാം. നമ്മിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.